അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഖുർആൻ പഠനം 1348, സൂറത്ത് യൂനുസ് 98 മുതൽ 100 കൂടിയ സൂക്തങ്ങൾ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. فلولا كانت قرية آمنت فنفعها إيمانها إلا قوم يونس لما آمنوا كشفنا عنهم عذاب الخزي في الحياة الدنيا ومتعناهم إلى حين ولو شاء ربك لآمن من في الأرض كلهم جميعا أفأنت تكره الناس حتى يكونوا مؤمنين وما كان لنفس أن تؤمن إلا بإذن الله ويجعل الرجس على الذين لا يعقلون. صدق الله العظيم. بسم الله والحمد لله والصلاة والسلام على سيدنا محمد وآله وصحبه ومن تبعهم بإحسان إلى يوم الدين. أما بعد. فلولا كانت قرية آمنت. എന്തുകൊണ്ടാണ് ഒരു നാട്ടുകാർ സത്യവിശ്വാസം സ്വീകരിക്കാത്തത്? ഫനഫഅഹ ഈമാനുഹ, എന്നിട്ട് അവരുടെ സത്യവിശ്വാസം അവർക്ക് ഉപകരിക്കുകയും ചെയ്യാത്തത് എന്തുകൊണ്ടാണ്? ഇല്ലാ ഖൗമ യൂനുസ, യൂനുസ് നബി അലൈഹി ഇസ്ലാമിന്റെ സമൂഹം ഒഴിച്ച്. ലമ്മ ആമനു, അവർ വിശ്വസിച്ചപ്പോൾ അവർക്കത് ഉപകരിച്ചു. ലമ്മ ആമനു, അവർ വിശ്വസിച്ചപ്പോൾ കശഫ്ന അൻഹും, അവരെ തൊട്ട് നാം ഒഴിവാക്കി കൊടുത്തു. അദാബൽ ഖിസി, നിന്ദ്യമായ ശിക്ഷയെ, ഹീനമായ ശിക്ഷയെ നാം ഒഴിവാക്കി കൊടുത്തു. ഫിൽ ഹയാത്തി ദുനിയ, ഭൗതിക ജീവിതത്തിൽ. വമത്തഅനാഹും ഇലാ ഹീൻ, ഒരു നിശ്ചിത അവധി വരെ അവർക്ക് സുഖവിഭവങ്ങൾ നൽകുകയും ചെയ്തു. വലൗ ഷാ റബ്ബുക, അങ്ങയുടെ നാഥൻ ഉദ്ദേശിച്ചിരുന്നുവെങ്കിൽ, ലആമന മൻ ഫിൽ അർളി ജമീഅ കുല്ലുഹും ജമീഅ, ഭൂമിയിലുള്ള മുഴുവൻ ആളുകളും സത്യവിശ്വാസം സ്വീകരിക്കുമായിരുന്നു. അള്ളാഹു ഉദ്ദേശിച്ചിരുന്നെങ്കിൽ എല്ലാവരും വിശ്വാസികളായേനെ. എന്നാൽ അങ്ങനെ അള്ളാഹു ഉദ്ദേശിച്ചിട്ടില്ല. അതുകൊണ്ടാണ് എല്ലാവരും വിശ്വാസികളാവാത്തത്. അഫാന്ത തുക്രിഹുന്നാസ, അപ്പോൾ തങ്ങൾ ജനങ്ങളെ നിർബന്ധിക്കുകയാണ്. ഹത്താ യകൂനു മുഅ്മിനീൻ, അവരെല്ലാവരും വിശ്വാസികളാവാൻ അതിന്റെ ആവശ്യമില്ല എന്നർത്ഥം. ഒമാ കാന ലി നഫ്സിൻ, ഒരു ശരീരത്തിനും സാധിക്കില്ല അൻ തുഅ്മിന, വിശ്വസിക്കാൻ, ഇല്ലാ ബിഇദ്നില്ലാഹ്, അല്ലാഹുവിന്റെ അനുവാദപ്രകാരമല്ലാതെ. വയജഅലു റിജ്സ അലല്ലദീന ലാ യഖിലൂൻ, ചിന്തിക്കാത്ത ജനതയുടെ മേലിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ നിഷേധത്തിന്റെ മാലിന്യം അവൻ നിക്ഷേപിക്കുന്നതാണ്. അല്ലെങ്കിൽ ശിക്ഷ എന്ന മാലിന്യം അല്ലാഹു അവരുടെ മേലിൽ നിശ്ചയിക്കുന്നതാണ്. വിശുദ്ധ ഖുർആൻ വളരെ പ്രധാനപ്പെട്ട ചില സന്ദേശങ്ങളാണ് ഈ സൂക്തങ്ങളിലൂടെ നമ്മുടെ ശ്രദ്ധയിൽപ്പെടുത്തുന്നത്. മഹാനരായ മൂസാ നബി അലൈഹി ഇസ്ലാമിന്റെ കാലത്തുണ്ടായ ഫറോവ ഉൾപ്പെടെയുള്ളവർ മുങ്ങി മരിച്ച സംഗതി നേരത്തെ വിശദീകരിച്ചുവല്ലോ. ഇവിടെ പറയുന്നതിന്റെ ചുരുക്കം ഇത്രയാണ്. എന്ത്? എല്ലാ ആളുകളും കൂടെ അള്ളാഹുവിന്റെ ശിക്ഷകൾ കാണുന്ന സമയത്ത് ആ ശിക്ഷ കണ്ടിട്ട് അതിൽ നിന്ന് രക്ഷപ്പെടാൻ ആവശ്യമായ വിധം സത്യവിശ്വാസം സ്വീകരിക്കുന്നില്ല. എല്ലാ നാട്ടുകാരും എല്ലാ ജനങ്ങളും വന്നെത്താൻ പോകുന്ന ദൈവിക ശിക്ഷ ഭയന്ന് വിശ്വാസം സ്വീകരിക്കുന്നില്ല. ഇതാണ് ഈ സൂക്തത്തിൽ അല്ലാഹു തആല പറയുന്നത്. ഏത് ശിക്ഷ വരുമെന്നവരെ താക്കീത് നൽകിയാലും ആ താക്കീതിനെ അവഗണിച്ച് തള്ളുകയാണ് അവർ ചെയ്യുക. അങ്ങനെ ശിക്ഷ വരും, ശിക്ഷ അനുഭവിക്കാൻ തുടങ്ങുമ്പോൾ ഞങ്ങൾ വിശ്വസിച്ചു എന്ന് അവർ പറയും. എന്നാൽ ആ സമയത്തുള്ള പറച്ചിൽ ഫലപ്രദവും ആവുകയില്ല. എന്നാൽ അതിന് അപവാദമായിട്ടൊരു സമൂഹമുള്ളത് യൂനുസ് നബി അലൈഹി ഇസ്ലാമിന്റെ ജനതയാണ്. ആ ജനതക്ക് ശിക്ഷയുടേതായിട്ടുള്ള അടയാളങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല കാണിച്ചു കൊടുത്തപ്പോൾ തന്നെ അവർ ഭയപ്പെടുകയും അവർ അല്ലാഹുവിൽ വിശ്വസിക്കാൻ തയ്യാറാവുകയും അതേപോലെ തന്നെ അവരുടെ ജീവിതത്തിലുള്ള
എല്ലാ വിധത്തിലുള്ള തിന്മകളും ഉപേക്ഷിക്കാൻ അവർ ഒരുങ്ങുകയും ചെയ്തു. അങ്ങനെ ധർമ്മനിഷ്ഠയുള്ള ഒരു സ്വഭാവമായി അവർ മാറിയപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ ഉൾക്കൊള്ളാനും അവരെ ശിക്ഷ ദൂരീകരിച്ചു കൊടുക്കാനും തയ്യാറായി എന്നാണ് ഇവിടെ പറയുന്നത്. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഉണർത്തുന്ന കാര്യം വളരെ പ്രധാനപ്പെട്ടൊരു വിഷയമാണ്. ഓരോ കാലത്തെയും നബിമാർ ആ നബിമാരുടെ ജനതയ്ക്കെതിരെ അവർക്ക് താക്കീതിന്റെ സ്വരത്തിൽ പറഞ്ഞുകൊടുത്ത സംഗതിയാണ്, അള്ളാഹുവിന്റെ വിധിവിലക്കുകൾ നിങ്ങളെ അറിയിക്കാൻ വന്ന ദൂതനാണ് ഞാൻ. എന്റെ കൽപ്പനകൾ സ്വീകരിച്ച് നിങ്ങൾ മുന്നോട്ട് പോകുന്നില്ലെങ്കിൽ അല്ലാഹു തആല നിങ്ങളെ ഒരു ക്യാപിറ്റൽ പണിഷ്മെന്റിന് വിധേയരാക്കും. ഇത് ഓരോ സമൂഹത്തോടും അതാതു കാലത്തെ നബിമാർ പറഞ്ഞപ്പോൾ ജനങ്ങൾ സ്വീകരിച്ച നിലപാടെന്താ? ഖുർആൻ തന്നെ പറയണ്ടല്ലോ, പലയിടത്തും പറഞ്ഞിട്ടുണ്ട്, വയഖൂലൂന മതാ ഹാദൽ വഅദു ഇൻ കുൻതും സാദിഖീൻ. ഇങ്ങനെ ശിക്ഷ കണ്ട് നിങ്ങൾ ഈ ഭീഷണിപ്പെടുത്തുന്നത് ശരിയാണെങ്കിൽ എപ്പോഴാണത് വരിക, ആ സമയം ഒന്ന് പറഞ്ഞേ എന്ന് പരിഹാസപൂർവ്വം പറയുകയാണ് അവർ ചെയ്തത്. അങ്ങനെ ഓരോ നബിന്റെ കാലത്ത്, ഇപ്പൊ നൂഹ് നബി അലൈഹി ഇസ്ലാമിന്റെ കാലത്ത് തൂഫാൻ ജലപ്രളയം അല്ലാഹു തആല നൽകി അല്ലേ? അതിനു മുമ്പ് അള്ളാഹിന്റെ നിർദ്ദേശപ്രകാരം നൂഹ് നബി അലൈഹി ഇസ്ലാം കപ്പലുണ്ടാക്കുകയായിരുന്നു, പറമ്പിൽ ഇട്ടിട്ട്. ഒഴിഞ്ഞ പ്രദേശത്ത് കപ്പലുണ്ടാക്കുമ്പോ നാട്ടുകാർ വന്നിട്ട് പരിഹാസപൂർവ്വം ചോദിച്ചത് എന്താ? ഏത് അടുപ്പിൽ നിന്ന് വെള്ളം വരുമെന്ന് വിചാരിച്ചിട്ടാണ് നൂഹ ഈ പറമ്പിലിട്ട് കപ്പലുണ്ടാക്കണമെന്ന്. ഭൂമിയിൽ പിന്നെ വെള്ളമില്ലാത്ത സ്ഥലത്ത് കപ്പലുണ്ടാക്കുമോ ബുദ്ധിയുള്ള മനുഷ്യന്മാരാരെങ്കിലും? അപ്പൊ ഏത് അടുപ്പിൽ നിന്ന് വെള്ളം വന്നിട്ട് അത് ഈ കപ്പൽ ഓട്ടാന്നാ കണക്കൂട്ടേണ്ടത് എന്ന് പരിഹാസപൂർവ്വം അവർ ചോദിച്ചു. നൂഹ് നബി അലൈഹി ഇസ്ലാം അന്ന് പറഞ്ഞ മറുപടി എന്താ? ഇപ്പങ്ങളിന്നെ കളിയാക്കിക്കോളൂ, പക്ഷേ ഇതിന് തിരിച്ചും മറുപടി പറയാനും ചിരിക്കാനുള്ള അവസരം എനിക്ക് അള്ളാഹു തരും, അന്ന് നോക്കാന്നാണ് മറുപടി പറഞ്ഞത്. അങ്ങനെ എന്ത് ചെയ്തു? ഇവർ ചോദിച്ചതുപോലെ അടുപ്പിൽ നിന്ന് തന്നെ വെള്ളം വന്നു. ഫാറത്തന്നൂർ എന്ന് ഖുർആൻ പറയുന്നുണ്ട്. അടുപ്പിൽ നിന്ന് തന്നെ വെള്ളം വന്നു, ആകാശത്തുനിന്നും വെള്ളം വന്നു, ഭൂമിയിൽ നിന്നും വെള്ളം വന്നു, മേലെ നിന്ന് താഴോട്ടും താഴെ നിന്ന് മുകളിലേക്ക് വെള്ളം പതഞ്ഞു പൊങ്ങുകയും ചെയ്തപ്പോൾ നിമിഷ നേരം കൊണ്ട് നാട് മുഴുവനും വെള്ളത്തിൽ നിറയുന്നു. നൂഹ് നബി അലൈഹി ഇസ്ലാമിന്റെ കപ്പൽ ആ വെള്ളത്തിൽ ഇങ്ങനെ പൊങ്ങി നിൽക്കുന്നു. അപ്പോ അടുപ്പിന്ന് വെള്ളം വന്ന് തന്നെ ആ കപ്പലോട്ടാനുള്ള സംവിധാനം അല്ലാഹു തആല ഉണ്ടാക്കി കൊടുക്കും. അപ്പൊ ഇതാണ് കാര്യങ്ങളുടെ ഒരു കിടപ്പ് എന്ന് പറയുന്നത്. അള്ളാഹുവിന്റെ നബിമാർ വളരെ ഹൃദയസ്പർക്കായ വിധത്തിലുള്ള ഉത്ബോധനങ്ങളും ഉപദേശങ്ങളുമായി ജനങ്ങളെ സത്യവിശ്വാസത്തിന്റെ രാജവീതിയിലേക്ക് കടന്നു വരാൻ വേണ്ടി ക്ഷണിച്ചിട്ടും ആ ക്ഷണത്തോട് പുറംതിരിഞ്ഞ് നിൽക്കുന്ന സമീപനമാണ് ഓരോ കാലത്തുള്ള ജനത സ്വീകരിച്ചത്. അങ്ങനെ അള്ളാഹുവിന്റെ കടുത്ത ശിക്ഷ വരുമ്പോ ഞങ്ങൾ വിശ്വസിച്ചു എന്നവർ പറയും. പക്ഷെ ആ വിശ്വസിച്ചു എന്ന് പറയുന്നത് അള്ളാഹു തആല സ്വീകരിക്കില്ല. ഫറോവയുടെ കഥ നേരത്തെ നമ്മൾ പറഞ്ഞല്ലോ. ഇസ്രായേലികൾ വിശ്വസിച്ച അതേ അള്ളാഹു മാത്രമേ ആരാധ്യനുള്ളൂ എന്ന് ഞാനും വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞിട്ട് അള്ളാഹു തആല പറഞ്ഞ മറുപടി എന്താ? ആന വഖദ് അസൈത ഖബ്ലു വകുൻത മിനൽ മുഫ്സിദീൻ. ഇപ്പോഴാണോടാ തനിക്ക് വിശ്വസിക്കാൻ സമയം കിട്ടിയത്? നേരത്തെ നന്നാവാനുള്ള സുവർണാവസരങ്ങൾ കയ്യിൽ വന്നപ്പോ അത് നീ തട്ടിത്തെറിപ്പിച്ചു, ധിക്കാരത്തിന്റെ മനോഭാവം സ്വീകരിച്ചു. അന്ന് പരമാവധി കുഴപ്പങ്ങളും കുണ്ടാമണ്ടികളും ഉണ്ടാക്കുകയും ചെയ്തു. എന്നിട്ട് ഇപ്പോ ശിക്ഷ നിന്നെ വരിഞ്ഞു മുറുക്കിയെന്ന് ബോധ്യപ്പെടുമ്പോ വിശ്വസിച്ചു എന്ന് പറയുന്ന നിന്റെ വിശ്വാസം ആർക്ക് വേണം? ഇതാണ് ആ ചോദ്യത്തിന്റെ ഒരു ശൈലി. അപ്പൊ അതാണ് ഇവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. യഖൂലു തആല, ഇബ്നു കസീർ തന്റെ തഫ്സീറിൽ രേഖപ്പെടുത്തുന്നു, യഖൂലു തആല, അല്ലാഹു തആല ഇവിടെ പറഞ്ഞു, ഫലൗലാ കാനത്ത് ഖറിയത്തുൻ ആമനത് ഫനഫഅഹാ ഈമാനുഹാ. എന്തുകൊണ്ട് ഓരോ നാട്ടുകാരും വിശ്വസിക്കുകയും അവരുടെ വിശ്വാസം അവർക്ക് ഫലപ്പെടുകയും ചെയ്തില്ല എന്ന് ചോദിച്ചതിന്റെ അർത്ഥം, ഫഹല്ലാ കാനത്ത് ഖറിയത്തുൻ ആമനത് ബികമാലിഹാ മിനൽ ഉമമിസ് സാലിഫ അല്ലദീന ബഅസ്നാ ഇലൈഹിമുർ റുസുൽ. നാം പ്രവാചകന്മാരെ നിയോഗിച്ച കഴിഞ്ഞകാല സമൂഹങ്ങളിൽ നിന്ന് ഏതെങ്കിലും ഒരു സമൂഹം പൂർണ്ണമായി വിശ്വാസത്തിലേക്ക് വന്നതുണ്ടോ? ഇല്ല. മറിച്ച് ബൽ മാ അർസൽനാ മിൻ ഖബ്ലിക യാ മുഹമ്മദ് മിർ റസൂലിൻ ഇല്ലാ കസ്സബഹു ഖൗമുഹു. തങ്ങൾക്ക് മുമ്പ് ഏതൊരു ദൂതനെ ഞാൻ അയച്ചിട്ടുണ്ടോ, ഏതൊരു പ്രവാചകൻ ഞാൻ നിയോഗിച്ചിട്ടുണ്ടോ, ആ പ്രവാചകന്റെ ജനത ഒന്നുകിൽ മൊത്തത്തിൽ ഔ അക്സറുഹും, അല്ലെങ്കിൽ അവരിൽ മിക്കവരും ആ പ്രവാചകനെ നിഷേധിക്കുകയും തള്ളിക്കളയുകയുമാണ് ചെയ്തിട്ടുള്ളത്. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു തആല സൂറത്തു യാസീനിന്റെ 30-ാമത്തെ ആയത്തിൽ പറഞ്ഞില്ലേ, കമാ ഖാല തആല, അല്ലാഹു പറഞ്ഞതുപോലെ, യാ ഹസ്റതൻ അലൽ ഇബാദ് മാ യഅതീഹിം മിർ റസൂലിൻ ഇല്ലാ കാനൂ ബിഹി യസ്തഹ്സിഊൻ. അടിമകൾക്കുള്ള നാശം എന്താണ് കാരണം? അവർക്ക് ഏതൊരു ദൂതൻ വന്നാലും ആ ദൂതനെ അവർ പരിഹസിക്കുകയാണ്. ആ ദൂതന്റെ കൽപ്പനകൾ സ്വീകരിക്കുന്നതിന് പകരം
ആ ദൂതനെ പറ്റി മോശമായ പ്രതികരണങ്ങൾ നടത്തുകയാണ്. മറ്റൊരായത്തിൽ സൂറത്തു ദാരിയാത്തിന്റെ 52-ാമത്തെ ആയത്തിൽ അല്ലാഹു പറഞ്ഞു, കദാലിക മാ അത്തല്ലദീന മിൻ ഖബ്ലിഹിം മിർ റസൂൽ ഇല്ലാ ഖാലൂ സാഹിറുൻ ഔ മജ്നൂൻ. അവർക്ക് മുമ്പ് വന്ന ദൂതന്മാരോടും നാട്ടുകാർ പറഞ്ഞ മറുപടി സാഹിർ, ആഭിചാര പ്രവർത്തകനാണ്, മാരണക്കാരനാണ്, ഔ മജ്നൂൻ അല്ലെങ്കിൽ ഭ്രാന്തനാണ് എന്നൊക്കെയാണ്. അപ്പൊ എല്ലാ കാലത്തെ ജനങ്ങളും പൂർണ്ണമായി വിശ്വാസത്തിലേക്ക് കടന്നു വന്നില്ലെന്ന് മാത്രമല്ല, സൂറത്തു ദുഖ്റുഫിന്റെ 23-ാമത്തെ ആയത്തിൽ അല്ലാഹു പറഞ്ഞത് കാണാം, وَكَذَلِكَ مَا أَرْسَلْنَا مِنْ قَبْلِكَ فِي قَرْيَةٍ مِّن نَّذِيرٍ إِلَّا قَالَ مُتْرَفُوهَا إِنَّا وَجَدْنَا آبَاءَنَا عَلَى أُمَّةٍ وَإِنَّا عَلَى آثَارِهِم മുഖ്തദൂൻ. നബിയെ, തങ്ങൾക്ക് മുമ്പ് ഏതൊരു നാട്ടിലേക്ക് നാം താക്കീതുകാരായി പ്രവാചകന്മാരെ അയച്ചപ്പോഴും അവിടുത്തെ സുഖലോലുപരായിട്ടുള്ള നേതാക്കന്മാര് അവര് പറഞ്ഞത്, ഞങ്ങളുടെ മുൻഗാമികൾ എങ്ങനെയാണോ കണ്ടത് അതുപോലെ ജീവിച്ചോളാം, ഞങ്ങൾ അവരുടെ പിന്തലമുറക്കാരായിട്ട് അവരുടെ കാൽപ്പാടുകൾ പിന്തുടർന്നു പോവുകയാണ്, പ്രവാചകനായി വന്ന് നിങ്ങളെ സ്വീകരിക്കാനൊന്നും ഞങ്ങളെ കിട്ടൂല. ഇബ്നു കസീർ തുടർന്ന് പറയുന്നു, ഫിൽ ഹദീസ് സഹീഹായ ഹദീസിൽ വന്നിട്ടുണ്ട്, എന്ത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഉരിദ അലയ്യൽ അംബിയാ, നബിമാരെ എനിക്ക് കാണിക്കപ്പെട്ടു. അപ്പൊ ഫജഅല നബിയു യമുറു, ഒരു നബി നടന്നു പോകുന്നു, മഅഹുൽ ഫിആമു മിനന്നാസ്, അദ്ദേഹത്തിന്റെ കൂടെ ഒരു സംഘം ആൾക്കാരും വിശ്വാസികളായിട്ടുണ്ടാകും. വന്നബിയു മഅഹുർ റജുൽ, മറ്റൊരു നബി നടന്നു പോകുന്നു, അദ്ദേഹത്തിന്റെ ഒപ്പം ഒറ്റയാളുണ്ട് വിശ്വാസി. വന്നബിയു മഅഹുർ റജുലാൻ, വേറൊരു നബി നടന്നു പോകുന്നു, അദ്ദേഹത്തിന്റെ കൂടെ 2 മനുഷ്യന്മാരാണ് വിശ്വാസികൾ. വന്നബിയു ലൈസ മഅഹു അഹദ്, വേറൊരു നബി നടന്നു പോകുമ്പോൾ ഒപ്പം ആരുമില്ല. എന്ന് പറഞ്ഞാൽ, ഞാൻ പ്രവാചകന്മാരെ നിയോഗിച്ചിട്ട് അവരെ കൊണ്ട് ഒരാളെപ്പോലും വിശ്വാസത്തിലേക്ക് കടന്നു വന്ന ഒരാൾ പോലും കൂടെ നിൽക്കാത്ത നബിമാരുണ്ടായിട്ടുണ്ട്. ഒരാളോ രണ്ടാളോ ഒക്കെ അനുയായികളുള്ള നബിമാരുണ്ടായിട്ടുണ്ട്. ഒരു കുടുംബം മാത്രം വിശ്വാസികളായിട്ടുള്ള നബിമാരുണ്ടായിട്ടുണ്ട്. കണ്ടമാനം ജനങ്ങൾ വിശ്വാസികളായിട്ടുള്ള ജനങ്ങളും നബിമാരുണ്ടായിട്ടുണ്ട്. അങ്ങനെ മൂസാ നബി അലൈഹി ഇസ്ലാമിന്റെ ജനതയൊക്കെ ധാരാളം ജനങ്ങൾ ഉണ്ടായിരുന്നു. എന്നാൽ ഏറ്റവും കൂടുതൽ ജനതയുള്ളത് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉമ്മത്തിനാണ് എന്ന് ബഹുമാനപ്പെട്ട ഇബ്നു കസീർ തന്നെ തഫ്സീറിൽ ഇവിടെ രേഖപ്പെടുത്തുന്നുണ്ട്. അപ്പോ എല്ലാവരും വിശ്വാസത്തിലേക്ക് വരിക എന്നൊരു സംഗതി മുൻകാലങ്ങളിൽ ഒന്നും ഉണ്ടായിട്ടില്ല. എന്നാൽ അതിന് അപവാദമായിട്ടൊരു സംഗതി ഉണ്ട്. അതെന്താ? ഇല്ലാ ഖൗമ യൂനുസ് നബി അലൈഹിസ്സലാമിന്റെ ജനതയൊഴിച്ച്. യൂനുസ് നബി അലൈഹിസ്സലാമിന്റെ ജനത ലമ്മ ആമനു, അവർ വിശ്വസിച്ചപ്പോൾ, കശഫ്നാ അൻഹും അദാബൽ ഖിസി, നിന്ദ്യതയുടെ ശിക്ഷ അവരെ തൊട്ട് നമ്മൾ ഒഴിവാക്കി കൊടുത്തു, ഫിൽ ഹയാത്തിൻ ദുനിയ, ഭൗതിക ജീവിതത്തിൽ. അതായത് യൂനുസ് നബി അലൈഹിസ്സലാമിന്റെ ജനത എന്ത് ചെയ്തിട്ടുണ്ട്? എല്ലാവരും വിശ്വസിച്ചു, എല്ലാവരെയും അല്ലാഹു തആല രക്ഷപ്പെടുത്തുകയും ചെയ്തു. ഇങ്ങനെ എല്ലാവരും കൂടെ വിശ്വാസികളാവുക എന്നുള്ളത് മുൻകാല നബിമാരുടെ ചരിത്രത്തിലില്ലാത്തതാണ് എന്നർത്ഥം. ഈ യൂനുസ് നബിന്റെ ജനത എന്ന് പറഞ്ഞത് നീനവ എന്ന പ്രദേശത്തുകാരാണ്. ഇറാഖിന്റെ ഭാഗമായ മൗസിൽ, ആ മൗസിലിന്റെ പ്രദേശമായിട്ടുള്ള ഭാഗമാണ് നീനവ. ആ നീനവ എന്ന് പറയുന്ന പ്രദേശത്തുകാരിലേക്ക് പ്രവാചകനായി നിയോഗിക്കപ്പെട്ട ആളായിരുന്നു ബഹുമാനപ്പെട്ട യൂനുസ് നബി അലൈഹി സ്വലാം. ആ യൂനുസ് നബി അലൈഹി സ്വലാമിന്റെ ജനത അവരും വിശ്വാസത്തിലേക്ക് വരാതെ നിഷേധാത്മകമായ നിലപാട് സ്വീകരിച്ച് ജീവിക്കുകയായിരുന്നു. എന്നാൽ ആ ജീവിതം തുടരുന്നതിനിടക്ക് അവരുടെ പ്രവാചകരായിട്ടുള്ള യൂനുസ് നബി അലൈഹി സ്വലാം അവരോട് താക്കീത് നൽകി, ജനങ്ങളെ, നിങ്ങൾ എന്നെ ഉൾക്കൊള്ളുകയും ഞാൻ പറയുന്നത് സ്വീകരിക്കുകയും ചെയ്യുന്നില്ലെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് ശിക്ഷ നൽകുമെന്ന് പറഞ്ഞു. പക്ഷെ അവരത് ഉൾക്കൊള്ളാൻ തയ്യാറായില്ല. എന്നാൽ അവർക്ക് യൂനുസ് നബി അലൈഹി സ്വലാം ഒരു 3 ദിവസം നിശ്ചയിച്ചു കൊടുത്തു. ഈ 3 ദിവസത്തിനിടയിൽ നിങ്ങൾക്ക് ശിക്ഷ വരുമെന്ന് പറഞ്ഞു. അങ്ങനെ ശിക്ഷ വരുമെന്ന് പറഞ്ഞ് എന്തായാലും ശിക്ഷ വരുമല്ലോ. യൂനുസ് നബി അലൈഹി സ്വലാം അള്ളാഹുവിന്റെ അനുവാദം പോലും വാങ്ങാതെ അവിടെ നിന്ന് നാടുവിടുകയും ചെയ്തു. അങ്ങനെ ഈ 3 ദിവസം ആകുമ്പോഴേക്ക് ആകാശമൊക്കെ ഇങ്ങനെ, ശത്രുക്കൾ അതൊക്കെ വെറുതെ യൂനുസ് നബി പുളുവടിക്കാണ് എന്ന് പറഞ്ഞ് നടന്നെങ്കിലും, പക്ഷെ ആകാശം മേഘാവൃതമാകുന്നു, ശിക്ഷയുടേതായിട്ടുള്ള ചിട്ടവട്ടങ്ങളൊക്കെ നടക്കാൻ പോകുന്നു എന്നിങ്ങനെ മനസ്സിലായി. അപ്പോ അവരെന്ത് ചെയ്തു? ആ യൂനുസ് നബി അലൈഹി സ്വലാം അവരിലേക്ക് ശിക്ഷ വരുമെന്ന് താക്കീത് നൽകി. അങ്ങനെ ബഅദമാ ആയനു അസ്ബാബഹു, അങ്ങനെ ശിക്ഷ തുടങ്ങാനുള്ള കാരണങ്ങളൊക്കെ അവരിങ്ങനെ കണ്ടു. എന്നാൽ വഖറജ റസൂലുഹും മിൻ ബൈനി അൽഹുരിഹിം, അവരുടെ ഇടയിൽ നിന്ന് അവരുടെ പ്രവാചകനായ യൂനുസ് നബി അലൈഹി സ്വലാം പുറത്തു പോവുകയും ചെയ്തു. അങ്ങനെ അവര് കാര്യങ്ങൾ മനസ്സിലായി അവർക്ക്. സംഗതി യൂനുസ് നബി പറഞ്ഞത് ഇവിടെ നടക്കാൻ പോവുകയാണ്,
ശിക്ഷയുടെ ചില ആരവങ്ങളുടെ തുടക്കം തന്നെ കണ്ടപ്പോ അവര് മറ്റൊന്നും ആലോചിച്ചില്ല. അവരെല്ലാവരും ഫഇൻദഹാ ജഅറൂ ഇലല്ലാഹി വസ്തഗാസൂ ബിഹി വതളറഉ ലദൈഹി വസ്തകാനൂ വഅഹ്ളറു വത്ഫാലഹും വദവാബഹും വമവാശിയഹും വസഅലുല്ലാഹ തആല അൻയർഫഅ അൻഹുൽ അദാബ അല്ലദീ അൻദറഹും ബിഹി നബിയ്യുഹും. മുഹമ്മദ് ഇബ്നു കസീർ തന്നെ തഫ്സീറിൽ രേഖപ്പെടുത്തുന്നു, ശിക്ഷയുടെ ചില അടയാളങ്ങൾ ഇങ്ങനെ കണ്ടു തുടങ്ങിയപ്പോ തന്നെ ശിക്ഷ വന്നിട്ടില്ല. ശിക്ഷ വന്നാൽ പിന്നെ വിശ്വാസം ഫലിക്കൂല. അപ്പോ ശിക്ഷ വരുന്നതിന് മുമ്പ് തന്നെ അടയാളങ്ങൾ പ്രത്യക്ഷപ്പെട്ടപ്പോ തന്നെ അവർക്ക് സംഗതി ബോധ്യപ്പെട്ടു, യൂനുസ് നബി പറഞ്ഞത് സത്യാണ്. അപ്പൊ അവർ യൂനുസ് നബിന്റെ അടുത്ത് പോയിട്ട് വിശ്വാസം പ്രഖ്യാപിക്കാൻ വേണ്ടി യൂനുസ് നബിയെ നോക്കുമ്പോ ആരെ കാണാനുമില്ല. യൂനുസ് നബി അലൈഹി ഇസ്ലാമിനെ അവിടെ കാണാനുമില്ല. യൂനുസ് നബിയെ കാണാനില്ലാതെ യൂനുസ് നബി അവിടുന്ന് എന്ത് ചെയ്തിട്ടുണ്ട്, ഈ ശിക്ഷ ഇറങ്ങണ നാട്ടിൽ നിൽക്കണ്ടെന്നുള്ളവർക്ക് നാട് വിട്ടിട്ടുണ്ട് എന്നർത്ഥം. അതോടുകൂടി അവർക്ക് ശരിക്കും ഉറപ്പായി യൂനുസ് നബി അലൈഹി ഇസ്ലാമിയുടെ ശിക്ഷ ഇറങ്ങുമെന്ന് പറഞ്ഞത് സത്യം തന്നെയാണ്. അതുകൊണ്ടാണ് മൂപ്പരോടുന്ന് പോയത് എന്ന് അവർക്ക് ബോധ്യപ്പെട്ടു. ഉടനെ അവർ അള്ളാഹുലേക്ക് ഖേദിച്ചു മടങ്ങി. പടച്ചവനോട് അവർ താഴ്മ കാണിച്ചു, അള്ളാഹുവേ ഞങ്ങളെ നീ രക്ഷപ്പെടുത്തണം, ഞങ്ങൾ യൂനുസ് നബിയെ കൊണ്ട് വിശ്വസിക്കാൻ റെഡിയാണ്. അങ്ങനെ അവർക്ക് വിനയം പ്രകടിപ്പിക്കാൻ വേണ്ടി കുട്ടികളെയും അതേപോലെ മൃഗങ്ങളെയും മറ്റെല്ലാ ജീവികളെയും എല്ലാത്തിനെയും ഒരു സ്ഥലത്ത് ഹാജരാക്കി. എന്നിട്ട് ഈ ശിക്ഷയിൽ നിന്ന് ഞങ്ങളെ രക്ഷപ്പെടുത്തി തരണം, ഞങ്ങൾ നബി പറയുന്നത് പോലെ ജീവിച്ചോളാം എന്നവർ സമസ്താപരാധം പറഞ്ഞു കീഴടങ്ങി. ആ സമയത്ത് ഫഇൻദഹാ റഹിമഹുമുല്ലാ, ആ സമയത്ത് അള്ളാഹുവിനോട് കാരുണ്യം കാണിച്ചു. വകശഫഅ അൻഹുൽ അദാബ, അവരെ തൊട്ട് ശിക്ഷ അല്ലാഹു തആല ഒഴിവാക്കി കൊടുത്തു. അഖറു, ശിക്ഷയിൽ നിന്ന് അവർ അല്ലാഹു തആല പിന്തിക്കുകയും ചെയ്തു. ഉഖിറു, അവർ പിന്തിക്കപ്പെടുകയും ചെയ്തു. അതാണ് ബഹുമാനപ്പെട്ട ഖുർആൻ പറയുന്നത്, ഇല്ലാ ഖൗമ യൂനുസ്, യൂനുസ് നബിയുടെ ജനതയൊഴിച്ച്. ലമ്മാ ആമനു, അവർ വിശ്വസിച്ചപ്പോൾ, കശഫ്നാ അൻഹും അദാബൽ ഖിസി, ഹീനമായ നിന്ദ്യമായ ശിക്ഷ അവരെ തൊട്ട് നമ്മൾ നീക്കം ചെയ്തു. ഫിൽ ഹയാത്തി ദുനിയ, ഭൗതിക ജീവിതത്തിൽ. വമത്താനാഹും ഇലാ ഹീൻ, ഒരു നിശ്ചിത സമയം വരെ, അതായത് മരണം വരെ അവർക്ക് നാം സുഖം നൽകുകയും ചെയ്തു എന്ന് അല്ലാഹു പറയുന്നു. ഇവിടെ ദുനിയാവിലെ ശിക്ഷ ഒഴിവാക്കി കൊടുത്തു എന്ന് പറയുമ്പോൾ ആഖിറത്തിൽ ശിക്ഷ ഉണ്ട് എന്നാണോ അർത്ഥം? ഒരിക്കലും അല്ല. കാരണം എന്താ, അവർ വിശ്വസിച്ചു എന്നാണല്ലോ പറയണത്. അതുകൊണ്ട് തന്നെ വിശ്വസിച്ച് ജീവിച്ച് മരിച്ചുപോയ ആളുകൾക്ക് എന്തായാലും പരലോകത്ത് എന്തുണ്ടാവില്ല, ശിക്ഷയുണ്ടാവില്ല എന്ന നിരീക്ഷണത്തിനാണ് മുൻതൂക്കം എന്ന് ബഹുമാനപ്പെട്ട ഇബ്നു കസീർ ഇവിടെ രേഖപ്പെടുത്തുന്നുണ്ട്. കാരണം വൽ ഈമാനു മുൻഖിദുൻ മിനൽ അദാബിൽ ഉഖറവിയ്യി, പാരത്രിക ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടുത്തുന്ന ഘടകമാണല്ലോ ഈമാൻ. അതുകൊണ്ട് വഹാദാഹു വല്ലാഹിർ, അവർക്ക് പരലോകത്തും ശിക്ഷയില്ല എന്ന് തന്നെയാണ് വ്യക്തം എന്ന് ഇബ്നു കസീർ തന്റെ തഫ്സീറിൽ രേഖപ്പെടുത്തുന്നുണ്ട്. അപ്പോ ഒരു സമൂഹത്തിന് ശിക്ഷ ഇറങ്ങുന്ന ഘട്ടത്തിലേക്ക് എത്തിയിട്ട് വിശ്വാസം കൊണ്ട് ഫലം കിട്ടിയത് ആർക്ക് മാത്രമാണ്? യൂനുസ് നബിന്റെ ജനതക്ക് മാത്രമാണ്. അതും ശിക്ഷ ഇറങ്ങാൻ പോകുന്നു എന്ന ആ ഒരു കണ്ടീഷനിൽ അവർ വിശ്വാസം പ്രഖ്യാപിച്ചപ്പോഴാണ് എന്ന് കൂടി നമ്മൾ ഇവിടെ മനസ്സിലാക്കണം. നീനവ എന്ന് പറയുന്ന പ്രദേശത്തുകാരായിരുന്നു അവർ, ആ ഭാഗ്യവാന്മാർ എന്നുകൂടി നമ്മൾ ചിന്തിക്കണം. പണ്ഡിതന്മാരിവിടെ രേഖപ്പെടുത്തുന്നുണ്ട്, അവര് ശിക്ഷയുടേതായിട്ടുള്ള അടയാളങ്ങൾ ഇങ്ങനെ കണ്ടു തുടങ്ങിയപ്പോ അവരവരുടെ നേതാക്കന്മാരെടുത്ത് ഇങ്ങനെ എന്ത് ചെയ്തു, ചെന്നു, അവരുടെ കൂട്ടത്തിലുള്ള പണ്ഡിതന്മാരെടുത്ത് ചെന്നു. അങ്ങനെ പണ്ഡിതന്മാരുടെ കൂട്ടത്തിലെടുത്ത് ചെന്നിട്ട് അവർ പറഞ്ഞു, അല്ലിംനാ ദുആഅൻ നദ്ഉ ബിഹി, ഞങ്ങൾക്ക് ദ്വാർക്കാൻ പറ്റിയ എന്തെങ്കിലും ഒരു ദ്വാ പഠിപ്പിച്ചു തരണം ഉസ്താദേ. ലഅല്ലല്ലാഹ യക്ശിഫു അന്നൽ അദാബ്, അല്ലാഹു തആല ശിക്ഷ ഞങ്ങൾ ഒഴിവാക്കി തന്നേക്കാം. അങ്ങനെ ഫഖാലു, ആ സമയത്ത് ആ പണ്ഡിതൻ പറഞ്ഞു, ഖൂലു, നിങ്ങൾ പറയൂ, യാ ഹയ്യു ഹീന ലാ ഹയ്യ്, യാ മുഹ്യിൽ മൗത ലാ ഇലാഹ ഇല്ലാ അൻത, യാ ഹയ്യു ഹീന ലാ ഹയ്യ്, ജീവനുള്ള ആരുമില്ലാത്ത കാലത്തും ജീവിച്ചിരിക്കുന്നവനായ അല്ലാഹുവേ, യാ മുഹ്യിൽ മൗത, മരിച്ചവരെ ജീവിപ്പിക്കുന്ന അല്ലാഹുവേ, ലാ ഇലാഹ ഇല്ലാ അൻത, നീ മാത്രമാണ് ആരാധിക്കപ്പെടാൻ അർഹനുള്ളത് എന്ന് പറയണമെന്ന് അവരോട് പറഞ്ഞു. അവരത് വെച്ച് അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചു. അള്ളാഹു തആല അവരെ രക്ഷപ്പെടുത്തിയെന്ന്. വലൗ ശാഅ റബ്ബുക, തങ്ങളുടെ നാഥൻ ഉദ്ദേശിച്ചിരുന്നുവെങ്കിൽ ആമന മൻ ഫിൽ അർളി കുല്ലുഹും ജമീഅ, ഭൂമിയിലുള്ള മുഴുവൻ ആളുകളും വിശ്വാസികളാകുമായിരുന്നു. പക്ഷെ അള്ളാഹു അങ്ങനെ ഉദ്ദേശിച്ചിട്ടില്ല. എല്ലാരും വിശ്വാസികളാക്കാൻ അള്ളാഹു ഉദ്ദേശിച്ചിട്ടില്ല. അഫാദത്തുക്രിഹുന്നാസ്, അതുകൊണ്ട് നബിയെ തങ്ങൾ ജനങ്ങളെ നിർബന്ധിക്കുകയാണോ? ഹത്താ യകൂനു മുഅ്മിനീൻ, അവർ സത്യവിശ്വാസികളാവാൻ എന്ന് പറഞ്ഞാൽ ലോകത്തുള്ള എല്ലാവരും വിശ്വാസത്തിലേക്ക് വരണമെന്ന അതിയായ ആഗ്രഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്കുണ്ട്. പക്ഷെ അല്ലാഹു തആല തങ്ങളോട് പറയുന്നത് അങ്ങനെ എല്ലാവരും വിശ്വാസികളാവണമെന്നൊരു തീരുമാനം ഞാൻ എടുത്തിട്ടില്ലാത്ത സ്ഥിതിക്ക് എല്ലാവരും വിശ്വാസത്തിലേക്ക് വരിക എന്നുള്ളത് ഉണ്ടാവില്ല. അതുകൊണ്ട് എല്ലാവരും വിശ്വാസത്തിലേക്ക് നിർബന്ധിക്കേണ്ടതില്ല. വിശ്വാസത്തിന്റെ സന്ദേശം കൈമാറിയാൽ മാത്രം മതി തങ്ങളെന്ന് ഉണർത്തിയിരിക്കുകയാണ്. തങ്ങളെ ആശ്വസിപ്പിക്കുന്ന ഒരു ശൈലി കൂടിയാണത് എന്ന് മുഫസ്സിറുകൾ രേഖപ്പെടുത്തുന്നു. ഒമാ കാന ലി നഫ്സിൻ, ഒരു ശരീരത്തിനും ഇല്ല അൻ തുഅ്മിന ഇല്ലാ ബിഇദ്നില്ലാ,
അള്ളാഹുവിന്റെ അനുവാദത്തോടെ അല്ലാതെ വിശ്വസിക്കാൻ സാധിക്കില്ല. അതുകൊണ്ട് തന്നെ അള്ളാഹു തആല വിശ്വാസത്തിന് കണക്കാക്കിയവനെ വിശ്വാസത്തിലേക്ക് വരികയുള്ളൂ എന്നർത്ഥം. വയജഅലു റിജ്സ അലല്ലദീന ലാ യഅഖിലൂൻ, കാര്യങ്ങളെ അള്ളാഹുവിന്റെ തെളിവുകളെ ചിന്തിച്ചു മനസ്സിലാക്കാത്ത ജനതയുടെ മേലിൽ ശിക്ഷയെ നാം നിശ്ചയിക്കുന്നതാണ്. അള്ളാഹു തആല ശിക്ഷയെ നിശ്ചയിക്കുകയും ചെയ്യും. കാര്യങ്ങൾ കൃത്യമായി ചിന്തിച്ചു മനസ്സിലാക്കി അത് ഉൾക്കൊണ്ട് മുന്നോട്ട് പോകാനുള്ള ബാധ്യതയും ഉത്തരവാദിത്വവുമാണ് മനുഷ്യൻ ഉൾക്കൊള്ളേണ്ടത്. എന്നാൽ അതിനു തയ്യാറാകാതെ കാര്യങ്ങൾ ചിന്തിച്ച് തെളിവുകൾ മനസ്സിലാക്കി മുന്നോട്ട് പോകാത്തവരെക്കെതിരെ നാം ശിക്ഷ നടപ്പാക്കുമെന്ന് അള്ളാഹു പറയുന്നു. അള്ളാഹു തആല നമ്മളെല്ലാവരെയും അവന്റെ സാലിഹ്യങ്ങളായ അടിമകളിൽ ഉൾപ്പെടുത്തട്ടെ. ആമീൻ. സല്ലല്ലാഹു വസല്ലമ വബാറക അലാ സയ്യിദിന മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി അജ്മഈൻ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.